Vasudevan TV, the true spiritual channel of Bharat. ഓം നമോ ഭഗവതേ വാസുദേവായ. സർവം കൃഷ്ണാർപ്പണമസ്തു. എല്ലാവർക്കും നമസ്കാരം. കേരളത്തിലെ പ്രസിദ്ധമായ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ചേലാമറ്റം ശ്രീകൃഷ്ണ ക്ഷേത്രം. ചേലാമറ്റം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിന്റെ ഐതിഹ്യമാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. ഹിന്ദുമതത്തിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ, മരിച്ചുപോയ പൂർവികരുടെ ആത്മാക്കൾക്ക് മോക്ഷം നൽകുന്നതിനായി ആളുകൾ ബലി അർപ്പിക്കാൻ ഒത്തുകൂടിയിരുന്നു. പെരുമ്പാവൂർ പട്ടണത്തിനും ശ്രീ ശങ്കരാചാര്യരുടെ ജന്മസ്ഥലമായ കാലടിക്കും ഇടയിൽ പുണ്യനദിയായ പെരിയാറിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ചേലാമറ്റം ശ്രീകൃഷ്ണ ക്ഷേത്രം ബലിയർപ്പിക്കാൻ ആളുകൾ ഒത്തുകൂടുന്ന ഒരു പുണ്യസ്ഥലമാണ്. ക്ഷേത്രത്തിന്റെ വലതുവശത്ത് പെരിയാർ നദി കിഴക്കോട്ടും മറ്റെല്ലാ പ്രദേശങ്ങളിലും പടിഞ്ഞാറോട്ടും ഒഴുകുന്നു. നദിയിൽ കുളിച്ചതിനു ശേഷം പ്രഭാത കർമ്മങ്ങൾ നടത്താൻ ശ്രീ ശങ്കരാചാര്യ ഇവിടെ നദിയുടെ ദിശ മാറ്റി എന്നാണ് ഐതിഹ്യം. ഈ ക്ഷേത്രത്തിൽ മഹാവിഷ്ണുവിനെ 3 രൂപങ്ങളിൽ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. അതായത് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ വിഷ്ണുവിന്റെ 3 അവതാരങ്ങളുടെ സാന്നിധ്യം ഇവിടെയുണ്ട്. ഇത് ഒരു സവിശേഷതയാണ്. ആ 3 അവതാരങ്ങൾ നരസിംഹം, വാമനൻ, ശ്രീകൃഷ്ണൻ എന്നിവയാണ്. ഉഗ്രനായ നരസിംഹത്തിന്റെ സാന്നിധ്യം ഭക്തരെ അവയിലുള്ള എല്ലാ ദുഷ്ടാത്മാക്കളെയും നീക്കം ചെയ്യാൻ സഹായിക്കുന്നു. ഈ ക്ഷേത്രത്തിന്റെ ഐതിഹ്യത്തിലേക്ക് വരുന്നതിനു മുൻപ് മഹാഭാഗവതത്തിലെ ഒരു കഥയിലൂടെ നമുക്ക് പോകാം. വസുദേവസുതം ദേവം കംസചാണൂരമർദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. കംസവധത്തിനു ശേഷം ശ്രീകൃഷ്ണൻ തന്റെ പഠനം പൂർത്തിയാക്കാൻ 64 മാസം സന്യാസി സന്ദീപിനിയുടെ ആശ്രമത്തിൽ ചെലവഴിച്ചു. പഠനം പൂർത്തിയാക്കിയ ശേഷം ശ്രീകൃഷ്ണൻ തന്റെ ഗുരു സന്യാസി സന്ദീപിനിയോട് ഗുരുദക്ഷിണയായി എന്താണ് നൽകേണ്ടതെന്ന് ചോദിച്ചു. ലോകത്തിന്റെ യഥാർത്ഥ ഗുരുവായ വ്യക്തിയുടെ ഗുരുവാകാൻ തനിക്ക് ഭാഗ്യമുണ്ടെന്ന് സന്ദീപിനി അദ്ദേഹത്തോട് പറഞ്ഞു. എന്നാൽ കൃഷ്ണൻ അതിൽ തൃപ്തനായില്ല. താൻ എന്തു ചെയ്യണമെന്ന് വീണ്ടും ചോദിച്ചു. കടലിൽ മുങ്ങി മരിച്ച തന്റെ മകനെ തിരികെ നൽകണമെന്ന് സന്ദീപിനി കൃഷ്ണനോട് അപേക്ഷിച്ചു. ശ്രീകൃഷ്ണൻ സമുദ്രദേവനായ വരുണനെ വിളിച്ച് സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ചു. അപ്പോൾ വരുണൻ പഞ്ചജനൻ എന്നൊരു അസുരൻ സന്ദീപിനിയുടെ മകനെ കൊണ്ടുവന്ന് കൊന്നതായി പറഞ്ഞു. പഞ്ചജനൻ ആഴക്കടലിൽ ഒരു ശംഖിനുള്ളിൽ വസിക്കുന്നുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. ഭഗവാൻ കൃഷ്ണൻ കടലിൽ പ്രവേശിച്ച് ആ രാക്ഷസൻ താമസിച്ചിരുന്ന ശംഖ് എടുത്തു. ആ ശംഖാണ് പ്രശസ്തമായ പാഞ്ചജന്യം. പിന്നെ അദ്ദേഹം തന്റെ വിശ്വരൂപത്തിൽ മരിച്ചവരുടെ ലോകമായ യമലോകത്തിൽ പ്രവേശിച്ചു. അദ്ദേഹത്തെ വിശ്വരൂപത്തിൽ കണ്ടപ്പോൾ മരണദേവനായ യമൻ ഭയന്ന് സന്ദീപിനിയുടെ മകനെ തിരികെ നൽകി. ആ സമയത്ത് അവിടെയുണ്ടായിരുന്ന എല്ലാ മരിച്ചവരെയും അദ്ദേഹം മോചിപ്പിച്ചു. ശ്രീകൃഷ്ണൻ മകനെ സന്ദീപിനിയുടെ അടുത്തേക്ക് തിരിച്ചു. അതേസമയം ആ സമയത്ത് യമലോകത്തിൽ അവതരിക്കപ്പെട്ട മറ്റെല്ലാ ആത്മാക്കൾക്കും ദൈവത്തിന്റെ വിശ്വരൂപം കാണാൻ കഴിയുന്നതിനാൽ മോക്ഷം ലഭിച്ചു. ഇവിടെ ചേലാമറ്റത്ത് കൃഷ്ണൻ യമലോകത്തിൽ തന്റെ വിശ്വരൂപം പ്രദർശിപ്പിച്ച അതേ രൂപത്തിലാണ് കൃഷ്ണവിഗ്രഹം. മരിച്ചുപോയ പൂർവികരുടെ ആത്മാക്കളുടെ രക്ഷയ്ക്കായി ആചാരങ്ങൾ നടത്താൻ ഇവിടെ ഒത്തുകൂടുന്ന ആളുകൾക്കുള്ള കാരണം അതാണ്. ഇനി ഈ ക്ഷേത്രത്തിന് പിന്നിലെ ഐതിഹ്യത്തിലേക്ക് വരാം. ആദ്യം ഇവിടെ നരസിംഹ വിഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് വിശ്വസിക്കപ്പെടുന്നു. ഒരിക്കൽ പുലയ സമുദായത്തിൽപ്പെട്ട ഒരു കൂട്ടം ആളുകൾ ഒരു പെട്ടി നദിയിൽ പൊങ്ങിക്കിടക്കുന്നത് കണ്ടു. അതിൽ നിന്ന് പ്രകാശകിരണങ്ങൾ പുറപ്പെടുവിച്ചു. പെട്ടി പിടിക്കാൻ ആളുകൾ നദിയിലേക്ക് മുങ്ങി. പക്ഷേ ആർക്കും കഴിഞ്ഞില്ല. അത് ഒഴുക്കിനൊപ്പം താഴേക്ക് ഒഴുകിയില്ല. ആർക്കും അത് പിടിക്കാൻ കഴിഞ്ഞില്ല. ഈ അത്ഭുതത്തിൽ അത്ഭുതപ്പെട്ട ആളുകൾ സമീപത്ത് താമസിക്കുന്ന ബ്രാഹ്മണനായ വെളിയകോൾ നമ്പൂതിരിയെ വിവരമറിയിച്ചു. പെട്ടി കണ്ട നമ്പൂതിരി നദിയിലേക്ക് ചാടി നീന്തി നദിക്കരയിൽ എത്തിച്ചു. അദ്ദേഹം അത് തുറന്നപ്പോൾ അവിടെ കൂടിയിരുന്ന എല്ലാവരും അതിനുള്ളിൽ ഒരു കൃഷ്ണവിഗ്രഹം കണ്ട് അത്ഭുതപ്പെട്ടു. അതിൽ നിന്ന് പ്രകാശകിരണങ്ങൾ പുറപ്പെടുന്നു. ആദ്യം നമ്പൂതിരി ഈ വിഗ്രഹം തന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി ഒരു പുണ്യസ്ഥലത്ത് സ്ഥാപിച്ച് ആചാരങ്ങൾ അനുഷ്ഠിക്കാൻ തുടങ്ങി. പിന്നീട് ഇത് ശക്തമായ ഒരു വിഗ്രഹമാണെന്നും വീടിനുള്ളിൽ വെക്കരുതെന്നും അദ്ദേഹം മനസ്സിലാക്കി.
അതിനാൽ അദ്ദേഹം അത് അടുത്തുള്ള നരസിംഹ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോയി. അതിനടുത്തായി മറ്റൊരു ക്ഷേത്രം നിർമ്മിച്ച് അവിടെ വിഗ്രഹം പ്രതിഷ്ഠിച്ചു. അതുപോലെ മറ്റൊരു ബ്രാഹ്മണനായ തോട്ടമറ്റം നമ്പൂതിരി തന്റെ വീട്ടിൽ വാമന വിഗ്രഹത്തെ ആരാധിക്കുകയായിരുന്നു. പിന്നീട് ഭഗവാൻ അവിടെ ഇരിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അങ്ങനെ അദ്ദേഹവും വിഗ്രഹം നരസിംഹസ്വാമി ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോയി. തുടർന്ന് വിഗ്രഹം പ്രതിഷ്ഠിച്ചു. തുടർന്ന് മറ്റൊരു ക്ഷേത്രം പണിതു. അങ്ങനെ വിഷ്ണുവിന്റെ 3 അവതാരങ്ങൾ ഒരേ വളപ്പിനുള്ളിൽ വന്നു. ജയ രാധ രമണ ഹരി ബോൾ, ജയ രാധ രമണ ഹരി ബോൾ, ജയ രാധ രമണ ഹരി ബോൾ, ജയ രാധ രമണ ഹരി ബോൾ. സർവം രാധാകൃഷ്ണാർപ്പണമസ്തു. ജയ ജയ രാധേ രാധേ.